ഓരോ കാര്യം പറയാനും അതിന് അതിൻ്റേതായ സമയമുണ്ടെന്ന് പറയാറുണ്ട്. 6ാം സെമസ്റ്റർ പരീക്ഷ നടക്കുമ്പോൾ തന്നെ 6ാം സെമസ്റ്റർ പരീക്ഷ തോറ്റു കഴിഞ്ഞാൽ എന്തായിരിക്കുമെന്ന് പറയാൻ പാടുണ്ടോ എന്ന് ചോദിക്കുകയാണെങ്കിൽ, ഇപ്പോൾ പറഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് പറയുക എന്നതാണ് എൻ്റെ ചോദ്യം. നമ്മുടെ വീഡിയോസിന് താഴെ വരുന്ന ഒരു കമൻ്റാണ്, 6ാം സെമസ്റ്റർ പരീക്ഷയിൽ ഏതെങ്കിലും 1-2 വിഷയത്തിൽ തോറ്റു കഴിഞ്ഞാൽ, സപ്ലിമെൻ്ററി കിട്ടിക്കഴിഞ്ഞാൽ ഇനി എന്തു ചെയ്യുമെന്ന്. തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു വർഷം പോകുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇത് നിങ്ങളുടെ എക്സാം ഇനി എഴുതാൻ പറ്റുക ജൂനിയേഴ്സിനൊപ്പം മാത്രമാണ്. അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും 6ാം സെമസ്റ്ററിൻ്റെ കുറച്ച് വീഡിയോസ് കൂടുതലായി നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. പറയുമ്പോഴും അത് കേൾക്കുമ്പോഴും വിഷമമുണ്ടാകുമെന്ന് അറിയാം. എന്നാൽ ഈ പരീക്ഷ ജയിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹയർ സ്റ്റഡീസിനോ ജോലിക്കോ മറ്റോ പോകാം. എന്നാൽ തോറ്റു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു വർഷം ഡിപ്രഷൻ അടിച്ച് വീട്ടിൽ തന്നെ കഴിയേണ്ടി വരാം. അതുകൊണ്ട് നാളെയും ഇനി വരാനുള്ള പരീക്ഷയിലും നല്ല രീതിയിൽ പഠിച്ച് മുന്നോട്ട് പോവുക. ചൂടാണ്, നോമ്പാണ്, അവധിയാണ്, അങ്ങനെ പല പ്രശ്നങ്ങളും നമുക്കുണ്ടാവാം. എന്തു തന്നെയാണെങ്കിലും അതിനെ മറികടന്ന് പരീക്ഷ എഴുതി ജയിച്ചവർക്ക് മാത്രമേ ഡിഗ്രി എന്ന പ്രോഗ്രാമിൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടി മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. പറയാൻ എളുപ്പമാണ്, അത് എഴുതുന്ന വിദ്യാർത്ഥികൾക്കാണ് ബുദ്ധിമുട്ട് എന്ന് നിങ്ങൾക്ക് തോന്നാം. പക്ഷേ ഈ കടമ്പ നിങ്ങൾ ജയിച്ചേ മതിയാകും. അതിനുള്ള ശക്തിയും വിവരവും ബുദ്ധിയും എല്ലാം നിങ്ങൾക്കുണ്ട്. അതിനനുസരിച്ച് മുന്നോട്ട് പോവുക. ഇടയ്ക്കിടയ്ക്ക് കമൻറ്റുകൾ വന്നതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്തത്. അത് മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.